ഹലോ ഗൈസ്, ഇന്നലെ ഞങ്ങൾ ചെറിയൊരു യാത്രയ്ക്ക് പോയി. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്ന്. അതെ, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിന് നിളാതീരത്ത് വെച്ച് നടക്കുന്ന മഹാമാഗം കാണാനാണ് ഞങ്ങൾ പോകുന്നത്. അതെ, കഴിഞ്ഞ കൊല്ലം നമ്മുടെ ഗംഗാ നദീതീരത്ത് നടന്ന കുംഭമേള ഓർമ്മയുണ്ടല്ലോ. ആ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പറ്റാത്ത നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഗംഗാ ആരതി കാണാൻ പറ്റാത്ത സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്ര. അങ്ങനെ കാറ് പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് നടക്കാൻ തുടങ്ങി. ക്ഷേത്രത്തിലേക്കുള്ള വഴി നിറച്ചു ആളുകളായിരുന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ ഷോർട്ട് കട്ട് വഴിയാണ് ക്ഷേത്രത്തിലേക്ക് നടക്കുന്നത്. കേരളത്തിലെ മീഡിയ അധികം പബ്ലിസിറ്റി കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ കരുതി അത്ര വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ അവിടെ ഇറങ്ങി മുന്നോട്ട് നടന്നപ്പോഴല്ലേ മനസ്സിലായത് സൂചി കുത്താൻ ഇടവില്ല. ഞങ്ങൾ അവിടെ എത്തി ചായ കുടിച്ചൊന്ന് ഫ്രഷായി നേരെ അമ്പലത്തിലേക്ക് നടക്കുവാണ്. നടക്കുന്ന വഴി മൊത്തം കച്ചവട സ്ഥാപനങ്ങളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കയറിയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. ഇനി നദീതീരത്തെത്തിയപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്. ശരിക്കും തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിളാതീരത്തെത്തി. ഇതാണ് മഹാമാഗം മഹോത്സവം നടക്കുന്ന സ്ഥലം. ഇവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ, നിറച്ച ആളുകളാണ്, ഇരിക്കാനൊരു സ്ഥലമില്ല. വഴി തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ചായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് പറ്റിയൊരു സ്പോട്ട് കിട്ടിയിട്ടോ. അതായത് ഈ നിള ആരതി നടക്കുന്നതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഉള്ള ഒരു സ്പോട്ട്. അതായത് നമ്മുടെ നിളയിലേക്ക് ഇറങ്ങുന്ന പടി, അതിൻ്റെ ഏറ്റവും താഴെയുള്ള പടിയാണ്. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നിട്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ പടവുകളിലൊക്കെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു കേട്ടോ. പിന്നെ നിള ആരതി നടക്കുന്ന തവനൂർ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് നിർമ്മിച്ച പാലം ഉണ്ട്. അതുമാത്രമല്ല, 1-2 തോണികളും ഒരു ഫൈബർ ബോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അങ്ങോട്ട് കിടക്കാൻ ഈസിയായി. ഞങ്ങളിരിക്കുന്ന സ്ഥലത്ത് ഇതുപോലുള്ള ഗ്രില്ലുള്ളത് കൊണ്ട് വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പറ്റുന്ന പോലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ബോട്ടിൻ്റെ അപ്പുറമുള്ള ഭാഗമൊക്കെ കാണുന്നില്ലേ, അവിടെ നിറച്ചു ആളുകളാണ്. ഞങ്ങൾ നോക്കുമ്പോൾ പിന്നെ ആൾക്കാർ പോകുന്നുണ്ട്. ഇവരൊക്കെ എവിടെ ഇരിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ഫോക്കസ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് നിള ആരതി നടത്തുന്നത്. നമ്മുടെ ഗംഗാരതി കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗംഗാതീരത്തെ ഏതൊരു ഘാട്ടിലിരിക്കുന്ന ഒരു ഫീലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഭക്തി നിർഭരമായൊരു അന്തരീക്ഷം. ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്ന യോഗ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മൈക്കിലുള്ള അനൗൺസ്മെൻ്റൊക്കെ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഭജൻസും. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു ചേച്ചി അതാ പുഴയുടെ നടുക്ക് പോയി നിൽക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന എനിക്ക് പേടിയായിട്ടോ. ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരാണ് ഇവർ കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ പുഴ ശാന്തമായി തോന്നുമെങ്കിലും അടിയൊഴുക്ക് ശക്തമാണ്. അപ്പോൾ ഇതുപോലുള്ള അവസരങ്ങളിൽ അധികം റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഇരുന്നിട്ട് പറ്റുന്ന പോലെയുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ നടക്കുന്ന കേരള കുംഭമേള അഥവാ മഹാമാഗം ഉണ്ടല്ലോ, അത് വളരെ 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 പണ്ട് നമ്മുടെ കേരളത്തിൽ നടന്നിരുന്ന ഒരു ഉത്സവമായിരുന്നു. ആക്ച്വലി നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഭാരതപ്പുഴ ഉണ്ടല്ലോ, ഈ പുഴയുടെ തീരത്തൊരു സംസ്കാരം തന്നെ രൂപം കൊണ്ടിരുന്നു. കേരളത്തിൻ്റെ ജീവനാഡി എന്ന് പറയാം. അതിൻ്റെയൊക്കെ ഒരു ആവേശം ഉൾക്കൊണ്ടാണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഇത്രയും ആൾക്കാർ. ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കും. ഈ ഒരു മാഘമാസ സമയത്ത് നമ്മൾ പുണ്യനദികളിൽ സ്നാനം ചെയ്താൽ, അതായത് ഗംഗ, യമുന, നർമ്മദ അതുപോലുള്ള നദികളിൽ പോയിട്ട് സ്നാനം ചെയ്താൽ പാപമുക്തിയും പിന്നെ മോക്ഷപ്രാപ്തിയും ഒക്കെ കിട്ടുമെന്നാണ് വിശ്വാസം. അങ്ങനെ സമയം പോകുന്തോറും ആൾക്കാരും കൂടി, ലൈറ്റ്സൊക്കെ ഇട്ടു, നാമജപങ്ങളും കേൾക്കുന്നുണ്ട്. ഭയങ്കര ഒരു
ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് കേട്ടോ. അനൗൺസ്മെൻ്റൊക്കെ വരുന്നുണ്ട്, ആൾക്കാർ പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ. അതായത് വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല, അത് കേൾക്കാത്ത പോലെ കുറേ ആൾക്കാർ വെള്ളത്തിൽ ഇറങ്ങുന്നുമുണ്ട്. സൂര്യൻ അസ്തമിച്ചു, പക്ഷികളൊക്കെ കൂട്ടിലേക്ക് മടങ്ങിപ്പോവാണ്. പണ്ട് കാലത്തെ നമ്മുടെ ഈ നിളാ തീരത്ത് ആയിരക്കണക്കിന് ഭക്തർ എത്തിച്ചേരുമായിരുന്നു. ഭക്തരെന്ന് പറഞ്ഞാൽ നമ്മുടെ സന്യാസിമാരും വേദപണ്ഡിതന്മാരും പിന്നെ എന്താ പറയുക സ്കോളേഴ്സ് അവരും പിന്നെ ഈ സമൂഹത്തിലെ നാനാ തട്ടുകളിൽപ്പെട്ട ആൾക്കാരും ഇവിടെ ഒത്തുചേരുമായിരുന്നു. മെയിനായിട്ട് എന്താണെന്നറിയോ, ഈ സമയത്ത് അവർ അറിവുകൾ പങ്കുവച്ചിരുന്നു, ചർച്ചകൾ ഉണ്ടാവുമായിരുന്നു, സംവാദങ്ങൾ ഉണ്ടാവുമായിരുന്നു, പിന്നെ ഭജനകളും കീർത്തനങ്ങളും ഒക്കെ ആയിട്ട് ആകെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവുമായിരുന്നു. അങ്ങനെ അതൊരു ഉത്സവം പോലെ കൊണ്ടാടി. അതാണ് ആക്ച്വലി മഹാമാഘം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ നിളയെക്കുറിച്ച് കവിതയോ പാട്ടോ എഴുതാത്ത മഹാകവികളുണ്ടോ? നമ്മുടെ പഴയകാല സിനിമകളിലൊക്കെ കുറേ പാട്ടുകളില്ലേ ഈ ഒരു നദിയെക്കുറിച്ച്? അങ്ങനെ നമ്മുടെ നിള ആരതിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടോ. ജലപൂജയോടെയാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, നമ്മുടെ ഗംഗാ ആരതിക്ക് ആരതി ചെയ്യുന്ന പണ്ഡിറ്റുകൾ ആണ് ഇവിടെയും വന്നിരിക്കുന്നത്. തട്ടുകളായിട്ടുള്ള ആരതിയും ഡമരുവും ഒക്കെ ചേർന്ന് ഭയങ്കര ഒരു ഭക്തി നിർഭരമായ അന്തരീക്ഷമാണ് കേട്ടോ ഈ ഒരു കുറേ സമയം ഇവിടെ ഉണ്ടാവുന്നത്. പ്രായമായ ആളുകൾ വരെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വകവെക്കാതെ ഇതൊന്ന് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. 3 തരത്തിലുള്ള ആരതികളാണ് ഇവിടെ ചെയ്യുന്നത്. അവസാനമായിട്ടാണ് ഈ സ്റ്റെപ്പായിട്ടുള്ള വലിയ വിളക്ക് ഉപയോഗിച്ചുള്ള ആരതി ചെയ്യുന്നത്. അത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും പിന്നെ ഹാഫായിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ 7 മണ്ഡപത്തിൽ നിൽക്കുന്ന പണ്ഡിറ്റുമാരും ഒരുപോലെ ആണ് ആരതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചു. അധികം തിരക്കാവുന്നതിന് മുന്നേ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അത്രയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് ഇരിക്കാൻ സ്ഥലം കിട്ടാത്ത ആൾക്കാർ അവിടെ പുറകിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തിരക്കാണ് അവിടെ കണ്ടത്. എന്നാലും ഈ വോളണ്ടിയേഴ്സൊക്കെ നമ്മളെ കഴിയുന്ന വിധം ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടേ. ഈ ഒരു നിളാരതി കാണാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. എന്നും ഓർത്ത് വെക്കാൻ പറ്റിയൊരു എന്താ പറയുക സംഭവം. മക്കളെ ആക്ച്വലി ഞാൻ കൂട്ടിയിരുന്നില്ല, തിരക്കൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ കൂട്ടിയില്ല. പക്ഷേ നമ്മൾ നമ്മുടെ അടുത്ത തലമുറക്ക് കൂടി നമ്മുടെ സംസ്കാരം പറഞ്ഞു കൊടുക്കണം. നമുക്ക് നഷ്ടപ്പെട്ട ഓരോന്നും ഇതുപോലെ തിരിച്ചു പിടിക്കണം. അതായത് നമ്മുടെ ചരിത്രം കേവലം പുസ്തകത്താളുകളിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോവരുത്. അങ്ങനെ നമ്മൾ മനഃപൂർവ്വം മറവിക്ക് വിട്ടുകൊടുത്തത് കൊണ്ടാണ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇതൊക്കെ എന്താണ് എന്ന് അറിയാത്തത്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു, എന്നാലും വന്നത് വെറുതെ ആയില്ല. ഞങ്ങൾ എന്താണോ വിചാരിച്ചത് അത് ഞങ്ങൾക്ക് കാണാൻ പറ്റി. അതിൻ്റെ ഒരു സന്തോഷം എല്ലാവരുടെ മുഖത്തുമുണ്ട്. ഇനിയും കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ വളരെ വലുതായി പോവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പറയണേ, തെറ്റുണ്ടെങ്കിലും പറയണം കേട്ടോ.